ദിവസങ്ങൾക്ക് മുമ്പ് ടെൽ അവീവിൽ നടന്ന വ്യോമാക്രമണത്തിന് ഹൂതികൾക്ക് തിരിച്ചടി നൽകി ഇസ്രായേൽ. യമനിലെ സന വിമാനത്താവളത്തിന് നേരെ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന പുറത്തിറക്കിയ പ്രസ്താവനയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം യമനിലെ തുറമുഖത്തിന് നേരെയും ആക്രമണം ഉണ്ടായിരുന്നു. വിവരങ്ങളുമായി അതുല്യ ചേരുന്നു. അതുല്യ, എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ദീപ്തി, യമനിൽ ഇപ്പോൾ ഹൂതികൾക്ക് തിരിച്ചടിയായാണ് ഇസ്രായേൽ വീണ്ടും ഒരു വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച ഇസ്രായേലിലെ ടെൽ അവീവിലെ ഏറ്റവും വലിയ വിമാനത്താവളമായിട്ടുള്ള ബെൻ ഗുരിയോൺ എയർപോർട്ടിന് നേരെ ഹൂതികളുടെ ഒരു വ്യോമാക്രമണം നടന്നിരുന്നു. അവിടേക്ക് ഒരു ബാലിസ്റ്റിക് മിസൈൽ യമനിൽ നിന്ന് ഹൂതികൾ അയക്കുകയും ആ മിസൈൽ പതിച്ച 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അന്ന് തന്നെ ഇത്തരത്തിൽ ഇസ്രായേൽ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ യമനിലേക്ക് ഒരു തിരിച്ചടി, അല്ലെങ്കിൽ യമനിൽ 2 ഇടങ്ങളിൽ തുടർച്ചയായി മണിക്കൂറുകളുടെ അല്ലെങ്കിൽ ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ സൈന്യം വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. ഒരു വ്യോമാക്രമണങ്ങളുടെ പരമ്പര തന്നെ യമനിൽ ആരംഭിച്ചു എന്ന് ഇസ്രായേൽ പ്രതിരോധ സൈന്യം പുറത്തിറക്കിയിട്ടുള്ള പ്രസ്താവനയിൽ അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള സന വിമാനത്താവളത്തിലാണ് ഇന്നത്തെ ആക്രമണം നടന്നിരിക്കുന്നത്. യമനിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കേന്ദ്രങ്ങളാണ്. ഒന്ന് സന വിമാനത്താവളവും മറ്റൊന്ന് ഹൊദൈദ തുറമുഖവും. ഈ 2 ഇടങ്ങളിലുമാണ് ഇപ്പോൾ യമനിൽ ആക്രമണം ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ബെൻ ഗുരിയോൺ എയർപോർട്ടിന് നേരെ ആക്രമണം നടന്നത്. അതിന് തിരിച്ചടിയായി ഒറ്റ ദിവസത്തിന്റെ വ്യത്യാസത്തിൽ തന്നെ ഇന്നലെ ഇസ്രായേൽ ഹൊദൈദ തുറമുഖത്തെ ആക്രമിച്ചിരുന്നു. ഹൊദൈദ തുറമുഖം ആക്രമിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇന്ന് മറ്റൊരു ലക്ഷ്യമായിട്ടുള്ള സന വിമാനത്താവളത്തിന് നേരെയും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതായി അവർ തന്നെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇസ്രായേലിന്റെ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ നടത്തിയ ആക്രമണത്തെ തുടർന്ന് വിമാനത്താവളം പൂർണ്ണമായും പ്രവർത്തനരഹിതമായി എന്നാണ് സൈന്യം പറയുന്നത്. ആയുധങ്ങളും അതുപോലെ തന്നെ മറ്റ് യുദ്ധത്തിന് ഉപകരിക്കുന്ന വസ്തുക്കളും കൈമാറുന്നതിന് വേണ്ടി സന വിമാനത്താവളം ഉപയോഗിച്ചിരുന്നു എന്നും ഈ ഭീകരപ്രവർത്തനങ്ങൾക്കായി ഭരണകൂടം സ്ഥിരമായി വിമാനത്താവളത്തിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാറുണ്ടെന്നുമാണ് ഇസ്രായേലിന്റെ വാദം. അതോടൊപ്പം തന്നെ ഹൂതികൾ ഉപയോഗിച്ചിരുന്നു എന്ന് സംശയിക്കുന്ന സന വിമാനത്താവളത്തിനടുത്തുള്ള പവർ സ്റ്റേഷനുകളും അതുപോലെ തന്നെ ഫാക്ടറികളും സിമന്റ് അടക്കമുള്ള വ്യാവസായിക ആവശ്യത്തിനുള്ള സാധനങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറികളും നശിപ്പിച്ചതായും ഇസ്രായേൽ പ്രതിരോധ സൈന്യം അവകാശപ്പെടുന്നുണ്ട്. ഈ പറയുന്ന പവർ സ്റ്റേഷനുകളും അതുപോലെ തന്നെ ഫാക്ടറികളും ആയുധ നിർമ്മാണത്തിനും ആയുധ സംഭരണത്തിനുമായി ഹൂതികൾ ഉപയോഗിച്ചു വരികയായിരുന്നു എന്നും അതുകൊണ്ടാണ് പവർ സ്റ്റേഷനുകൾ അടക്കം തകർത്തത് എന്നുമാണ് അവരുടെ ഇസ്രായേൽ സൈന്യത്തിന്റെ ആരോപണം. ഹൊദൈദ തുറമുഖത്തിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ തന്നെ ഇസ്രായേൽ യമനിലെ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇത്തരത്തിലൊരു ഇവാക്വേഷൻ ഓർഡർ അഥവാ ഒഴിഞ്ഞു പോകാനുള്ള ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ച ശേഷം 2 മണിക്കൂറിന് ശേഷമാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങളെ ഉപദ്രവിക്കാൻ തങ്ങൾക്ക് ലക്ഷ്യമില്ല എന്നും മറിച്ച് ഹൂതികളുടെ താവളങ്ങൾ, ഹൂതികളുടെ കേന്ദ്രങ്ങൾ, അവരുടെ സംഭരണശാലകൾ എന്നിവ നശിപ്പിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അതുകൊണ്ടാണ് മുന്നറിയിപ്പ് നൽകിയതിനു ശേഷം ആക്രമണം നടത്തുന്നത് എന്നുമാണ് ഇസ്രായേൽ പ്രതിരോധ സൈന്യം പുറത്തിറക്കിയിട്ടുള്ള പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഗാസയിലും യുദ്ധം ആരംഭിച്ചപ്പോൾ മുതൽ ഹൂതികളും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം വളരെയധികം സങ്കീർണമായി കൊണ്ടിരിക്കുകയായിരുന്നു. ചെങ്കടലിൽ സ്ഥിരമായി ഇസ്രായേലും അതുപോലെ തന്നെ ഹൂതികളും തമ്മിലുള്ള ഒരു സംഘർഷം നിലനിന്നിരുന്നു. അതോടൊപ്പം തന്നെ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് നേരെയും ഹൂതികൾ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. ഇപ്പോൾ അവയെല്ലാം തന്നെ മറ്റൊരു തലത്തിലേക്ക് കൂടി വ്യാപിപ്പിച്ചിരിക്കുന്നു എന്നൊരു സൂചനയാണ് യമനിൽ നേരിട്ടുള്ള ആക്രമണത്തിലൂടെ ഇസ്രായേൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. യുദ്ധം വീണ്ടും വ്യാപിക്കുകയാണ്, അല്ലെങ്കിൽ വേണ്ടി വന്നാൽ യമന് നേരെയും യുദ്ധമുഖം തുറക്കും എന്നുള്ള ശക്തമായ ഒരു താക്കീത് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ നൽകിയിരിക്കുന്നത്. ദീപ്തി, ശരി. ടെൽ അവീവിൽ നടത്തിയ വ്യോമാക്രമണത്തിന് ഹൂതികൾക്ക് തിരിച്ചടി നൽകി ഇസ്രായേൽ. യമനിലെ സന വിമാനത്താവളത്തിന് നേരെ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന പുറത്തിറക്കിയ പ്രസ്താവനയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുല്യാണ് വിശദാംശങ്ങൾ നൽകിയത്.